Guys, welcome back to another video. So, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് how to make money by selling photographs. അതെ, ഫോട്ടോഗ്രാഫ്സ്, പിക്ചേഴ്സ് ഇതൊക്കെ ഓൺലൈനായിട്ട് എവിടെ സെല്ല് ചെയ്യാം, ഇതൊക്കെ സെല്ല് ചെയ്തുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാം. സോ ഈ വീഡിയോയുടെ പാർട്ട് 1 ആണിത്. ഇതിനകത്ത് ഞാൻ ഒരൊറ്റ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുള്ളൂ. ആൻഡ് പക്ഷേ ഇത് മാത്രമല്ല, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ ഈ വീഡിയോയുടെ പുറകെ വരുന്നതാണ്. സോ ഫോട്ടോഗ്രാഫ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ ആദ്യം വിചാരിക്കുന്നുണ്ടാവും DSLR ക്യാമറ, ഹൈ ക്വാളിറ്റി ലെൻസസ്, ഇതിലൊക്കെ എടുത്ത ഫോട്ടോഗ്രാഫ്സ് ആണോ വിൽക്കാൻ പോകുന്നത് എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. ഇതിലൊക്കെ എടുത്ത ഫോട്ടോഗ്രാഫ്സ് ഉണ്ടെങ്കിൽ വളരെ നല്ലത്. പക്ഷേ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചൊന്നുമല്ല. നമ്മുടെ സാധാരണ മൊബൈൽ ക്യാമറ അല്ലെങ്കിൽ ഒരു സാധാരണ ക്യാമറയിൽ എടുത്ത ഫോട്ടോഗ്രാഫ്സ് ഒക്കെ നമുക്ക് എവിടെ വെക്കാം, ഇതൊക്കെ എങ്ങനെ നമുക്ക് വിറ്റുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ്. ആൻഡ് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മളിപ്പോൾ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ പണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഇന്റർനെറ്റ് ഒക്കെ വരുന്നതിന് മുന്നേ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഈ ഫോട്ടോഗ്രാഫ് ഒക്കെ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂസ് പേപ്പേഴ്സിലെ ഫോട്ടോഗ്രാഫ്സ് അവർ ഫോട്ടോ അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് ഫോട്ടോ എടുക്കുന്നു, എന്നിട്ട് അവരൊരു ഓഫീസിന്റെ ഫ്രണ്ടിൽ പോകുന്നു. ആ ഓഫീസിലെ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലായിരിക്കും, അവരുടെ ഫ്രണ്ടിൽ പോയ ശേഷം ആ ന്യൂസ് ചാനലിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ന്യൂസ് പേപ്പറിന് വേണ്ടിയിട്ട് അവരെ ഫോട്ടോഗ്രാഫ്സ് ആ ന്യൂസ് പേപ്പറിന് വിൽക്കുന്നു. അങ്ങനെ മാനുവലി നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവം ഇപ്പോൾ ഓൺലൈൻ ആയ ശേഷം വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നടക്കുന്നത്. ആൻഡ് ഇത് എങ്ങനെയാണ് നടക്കുന്നത്? ആൻഡ് ഇപ്പോൾ ഫോട്ടോയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ന്യൂസ് പേപ്പർ ആഡോ അങ്ങനെ ഒന്നുമല്ല. നമ്മുടെ കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട് മുതൽ എല്ലായിടത്തും നമുക്ക് ഇപ്പോൾ ഫോട്ടോസ് ആവശ്യമുണ്ട്. ഫോട്ടോസ് മാത്രമല്ല, ഗ്രാഫിക് ഡിസൈൻസ്, അങ്ങനെ പല കാര്യങ്ങൾ ആവശ്യമുണ്ട്. ആൻഡ് നമ്മളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ അവരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൾ ചെയ്യുന്നതാണ്. ഒരിക്കലല്ല, ഇതൊക്കെ ഒരു ഫ്രീലാൻസ് ആയിട്ട്, അതായത് ഫ്രീലാൻസ് ആയിട്ട് ഓരോ ആൾക്കാർ ചെയ്ത ശേഷം ഇങ്ങനെ പല ഫോട്ടോഗ്രാഫ് കമ്പനി അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ലൈസൻസ് ചെയ്യുന്ന കമ്പനിയുണ്ട്. അവർക്കൊക്കെ ഇത് വിൽക്കുന്നതാണ്. ആൻഡ് ഈ വിൽക്കുന്നതിന്റെ ഒരു വരുമാനത്തിന്റെ ഒരു ഭാഗം ഈ ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ ഈ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് പോകുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഈ ലൈസൻസ് ചെയ്യുന്ന ആൾക്കാർ, ഈ ലൈസൻസ് ചെയ്യുന്ന കമ്പനി ഒബ്വിയസ്ലി ഇത് വിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ വിൽക്കുന്ന കമ്പനികൾക്ക് വഴി കമ്പനികളിൽ നിന്നൊരു ഫീസ് ചാർജ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇതിന്റെ ഒരു പരിപാടി നടക്കുന്നത്. അപ്പം ഇപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും കമ്പനി എടുക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഷട്ടർ സ്റ്റോക്ക് എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ചാണ്. ആൻഡ് ഷട്ടർ സ്റ്റോക്ക് എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വേൾഡിൽ തന്നെ ടോപ്പ് മോസ്റ്റ് ഫോട്ടോസ് വിൽക്കുകയും ചെയ്യുന്ന ഒരു കമ്പനികളിൽ ഒരെണ്ണമാണ് നമ്മുടെ അലമി ഇമേജസ് ഒക്കെ പോലെ തന്നെ വേൾഡിൽ തന്നെ ടോപ്പ് ടയർ 1 ലിസ്റ്റിൽ വരുന്ന ഒരു കമ്പനിയാണ് ഷട്ടർ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വേൾഡിലെ ബെസ്റ്റ് ഫോട്ടോഗ്രാഫ്സ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഷട്ടർ സ്റ്റോക്കിനകത്ത് കാണാൻ പറ്റും. സോ ആ കമ്പനിക്കകത്ത് നിങ്ങൾക്ക് എങ്ങനെ വിൽക്കാം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു, ഷട്ടർ സ്റ്റോക്ക് എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോട്ടോസ് എങ്ങനെ ഷട്ടർ സ്റ്റോക്ക് എന്ന് പറയുന്ന കമ്പനി എടുത്ത് എത്തിക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഫോട്ടോസിന്റെ ക്വാളിറ്റി, അതായത് പിക്ചർ ക്വാളിറ്റി അല്ല, ഫോട്ടോസിന്റെ ക്വാളിറ്റി. ഞാനിപ്പോൾ ഷട്ടർ സ്റ്റോക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഷട്ടർ സ്റ്റോക്ക് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. നിങ്ങളുടെ പേര്, ഇപ്പോൾ നിങ്ങൾ യുഎസിന് പുറത്താണോ ജീവിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. അതായത് ഈ ഷട്ടർ സ്റ്റോക്കിന്റെ പേയ്മെന്റ് വരുന്ന സമയത്ത് ടാക്സിന്റെ കാര്യങ്ങളും അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഫോം ഫില്ല് ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ പോകാൻ പറ്റും. ആൻഡ് നിങ്ങൾ ഈ പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത കഴിഞ്ഞാൽ നിങ്ങൾ ഈ ആപ്പിനകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു പേജ് ആയിരിക്കും. ആൻഡ് ഈ ഒരു പേജിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെ കണ്ടന്റ്സ് ആണ് ഇപ്പോൾ ഉള്ള ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ, അതായത് ആൾക്കാർ വന്ന് സെർച്ച് ചെയ്യുന്നത് എന്തൊക്കെ ടോപ്പിക്സിനെ കുറിച്ചാണ്. ആൻഡ് അതിന്റെ ഒരു മോഡൽ, ഇത് മാത്രം ഫോട്ടോസ് മാത്രമല്ല, വീഡിയോസ് ഉൾപ്പെടെ പലതും നിങ്ങൾക്ക് ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിന്റെ ഒരു ടോപ്പിക്സ് എന്താണ്, എന്തൊക്കെയാണ് ടാഗ്സ്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഡിമാൻഡ് ആയിട്ടുള്ളത്. ബേസിക്കലി എന്തൊരു ഡിമാൻഡാണ് ഈ ഒരു പേജിൽ കാണിക്കുന്നത്. ആൻഡ് ഈ ഡിമാൻഡ് പ്രകാരം നിങ്ങൾക്ക് ആക്ച്വലി ഈ പറയുന്ന ടോപ്പിക്സിനെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോസ് ഉണ്ടാക്കാം. ആൻഡ് ഞാൻ വീണ്ടും പറയുന്നു, ഈ പറയുന്നതെല്ലാം തന്നെ നിങ്ങൾ എടുക്കുന്ന ക്യാമറയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്ന ക്യാമറയുടെ ക്വാളിറ്റിയെ കുറിച്ചല്ല. ഒരിക്കലും ഇതിനെപ്പറ്റി എന്ന് വെച്ചാൽ ക്വാളിറ്റി ഡസൻ മാറ്റർ. ആക്ച്വലി ക്വാളിറ്റി ഒരു പരിധിവരെ മാറ്റർ ആണ്. പക്ഷെ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു 4K റെസൊല്യൂഷൻ, അങ്ങ് അറ്റത്തുള്ള ഹൈ എൻഡ് ക്വാളിറ്റിയുടെ ഒന്നും ആവശ്യമില്ല. ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് ആണ്. ഈ പറയുന്ന ടോപ്പിക്സ് ഒക്കെ നോക്കുക. അപ്പം ആ ടോപ്പിക്സിലോട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന രീതിയിലുള്ള കണ്ടന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഫോട്ടോ വഴി കാണിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ആൻഡ് അത് തന്നെയാണ് ഈ പറയുന്ന ആപ്സ് ഒക്കെ നോക്കുന്നത്. ആൻഡ് ജസ്റ്റ് ഒരു കാര്യം മാത്രം, അല്ലെങ്കിൽ ഷട്ടർ സ്റ്റോക്ക് എന്ന് പറയുന്ന വേൾഡിലെ നമ്പർ 1 കമ്പനികളിൽ ഒരെണ്ണമാണ്. സോ നമ്പർ 1 എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ആ ഒരു കമ്പനിക്കകത്ത് ഇടുന്ന അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് ഇടുന്ന ഫോട്ടോസിനും ഒബ്വിയസ്ലി ആ ഒരു ക്വാളിറ്റി കാണും. സോ നിങ്ങൾ ആദ്യം ഇടുന്ന ഫോട്ടോസ് ഒന്നും ഈ കമ്പനി അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും അല്ലെങ്കിൽ പിന്നോട്ട് പോകരുത്. നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഫോട്ടോസിന്റെ ക്വാളിറ്റി കൂട്ടുക, നല്ല ഫോട്ടോസ് എടുക്കുക, എന്നിട്ട് അതൊക്കെ ഇടാൻ ശ്രമിക്കുക. അപ്പം എനിക്കറിയാം, നമുക്കിപ്പം ജസ്റ്റ് ഇമേജസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും, ഒരുപാട് ആൾക്കാർ ഇപ്പം ജസ്റ്റ് സാധാരണ ഒരു മൊബൈൽ ക്യാമറ വെച്ച് തന്നെ കിട്ടിലും ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. നമുക്ക് ഇതൊക്കെ പറ്റുന്നുള്ള ജസ്റ്റ് വളരെ സിമ്പിളാണ്. ഇപ്പം നമ്മുടെ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം ഫംഗ്ഷൻസ് എല്ലാം ഓട്ടോ മോഡിൽ തന്നെ നമുക്ക് ഇടാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ടൊക്കെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. ആൻഡ് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. ആൻഡ് ഈ ഫോട്ടോസ് ഒക്കെ നമുക്ക് വിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്ന ഷട്ടർ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ബട്ട് ജസ്റ്റ് നോട്ട് ദാറ്റ് ഇത് വേൾഡിലെ നമ്പർ 1 പ്ലാറ്റ്ഫോമാണ്. സോ അവർ ആ ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ ക്വാളിറ്റീസുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് വിൽക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് വളരെ നല്ല എമൗണ്ട് തന്നെ നിങ്ങൾക്ക് ഫോട്ടോസ് വിൽക്കുന്ന വഴി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ ആപ്പിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ ഈ പറഞ്ഞ മാതിരി
ഇപ്പം ജസ്റ്റ് വേറെ നമുക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു നഷ്ടമില്ല. നമുക്കിപ്പോൾ ഫോട്ടോസ് എടുക്കാൻ നിങ്ങൾക്ക് പാഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാൻ അറിയുന്ന എന്നുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ചെയ്ത് നോക്കാം. പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇല്ല നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ അതും കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഷട്ടർസ്റ്റോക്ക് എന്ന് പറയുന്നത് വേൾഡ് നമ്പർ 1 ആപ്ലിക്കേഷനാണ്. അത് മാത്രമല്ല, പക്ഷേ വേറെയും പല ആപ്ലിക്കേഷൻസ് ഇതുപോലെ പല വെബ്സൈറ്റ്സ് ഇതുപോലെ ആൾക്കാരുടെ നിന്ന് ഫോട്ടോസ് വാങ്ങുന്നുണ്ട്. സോ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇനി വീഡിയോസ് ഇടുന്നതാണ്. സോ ഇപ്പോൾ ജസ്റ്റ് ഈ പറയുന്ന ആപ്പ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഈ പറയുന്ന ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കുക. സോ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ വരുമാനം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ആൻഡ് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. സോ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം ഇതിനെക്കുറിച്ച് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആൻഡ് വേറെ പല ആപ്സ് ഇതുപോലെ ഉണ്ട്. അതിനെക്കുറിച്ച് ഇനിയുള്ള വരുന്ന വീഡിയോസിലൊക്കെ ഇടുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, അജിത്ത്.